അവരോട് പറയാൻ പറയാം ആനകൾ വരുന്നത് കാണാം ഓടി വരാതെ പ്രശ്നം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കുംകിയാനിയെ ആന പോകുന്ന വഴിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആന കുംകിയാന വന്നിരുന്നു. വിക്രം ഭരത് എന്ന ആനയാണ്. അപ്പോൾ കുതിരാൻ അമ്പലത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്നതിനായിട്ട് ആണ് ഇവിടെ കാലത്ത് തന്നെ സമീപത്ത് വൻ മാധ്യമ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട്. ജനങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. ശക്തമായൊരു ആവശ്യമെന്നുള്ളത് അക്രമകാരി ആനയെ ഇവിടുന്ന് മാറ്റണമെന്നുള്ളത് തന്നെയാണ്. അത് തള്ളില്ല, അത് PWD ഇതിപ്പോൾ കുതിരാന അമ്പലത്തിന് തൊട്ട് മുമ്പുള്ള വനവിജ്ഞാന കേന്ദ്രത്തിൻ്റെ അടുത്തെത്തി. ഏതാനും നിമിഷങ്ങൾക്കകം ആന, ഇതാണ് നമുക്കൊക്കെ അറിയാം പഴയ റോഡുണ്ടായിരുന്നപ്പോൾ വനവിജ്ഞാന കേന്ദ്രം. കുതിരാൻ അമ്പലത്തിന് തൊട്ട് മുമ്പുള്ള വനവിജ്ഞാന കേന്ദ്രത്തിൻ്റെ അടുത്തെത്തി. ഈ കുതിരാൻ അമ്പലത്തിലേക്ക് ആന എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാം.
ശരി ഉമ്മാമാടാണോ? ആ ശരി 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 ശരിയാ ശരി. അതാരാ ഇത്ര ബോളില്ല നമ്മൾ ബിരിയാണി ആ ആ എറിഞ്ഞടക്കില്ല എറിഞ്ഞു പിടിച്ചോ. മണി ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. രണ്ടും എടുത്തോ കയ്യിൽ വെച്ചോ വെക്കുന്നതിനൊരു ഒരു ദൗത്യം തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ചില അപൂർവമായ കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. കാരണം കാട്ടാന ആക്രമണത്തിൽ ഭയന്നിരിക്കുകയാണ് ഈ പ്രദേശ നിവാസികൾ. അപ്പോൾ ദൗത്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് തൊഴുതുകൊണ്ട് വിക്രം ഭരത് എന്ന ആന ദൗത്യത്തിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് പേര് എന്തായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുംക്കിയാനകൾ ഉപയോഗിച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റുന്നതിനാണ് പ്രധാനമായൊരു തീരുമാനം ഇപ്പോൾ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ആന ഇരുമ്പുപാലം ഭാഗത്തായിരുന്നു നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു കുംക്കിയാനകൾ. അപ്പോൾ ഇന്ന് പഴയ റോഡിലൂടെ ഹൈവേയിലൂടെ വന്ന് അമ്പലത്തിൻ്റെ പ്രദേശത്തേക്ക് വന്ന് അമ്പലത്തിൽ തൊഴുതുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുംക്കിയാനകൾ അമ്പലത്തിൽ വന്ന് തൊഴുതു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുണ്ട്. ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ തൂക്ക് ഫെൻസിങ്. ഇതുപോലെ ശക്തമായ രീതിയിൽ തൂക്ക് ഫെൻസിങ് അതുപോലെ തന്നെ റെയിൽ ഫെൻസിങ് വേണമെന്നാണ് ജനങ്ങളുടെ ഒരു ആവശ്യം. ഈ ഒരു ആന പോകുന്ന സഞ്ചാരപഥത്തിലൂടെ പോകുന്ന കുംക്കിയാനകൾ വന്ന് ആന വരുന്നൊരു ഭാഗങ്ങളൊന്ന് സാന്നിധ്യം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കേരളത്തിലെ മുൻനിര പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു അപൂർവമായ കാഴ്ചകൾ അതല്ലെങ്കിൽ ജനങ്ങളുടെ ഭീതി അകറ്റുന്ന ഈ ഒരു പ്രശ്നം ലോകത്തിലേക്ക് വിളിച്ചു കാട്ടുന്നതിനായിട്ട്
കാരണം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ വീതിയിലാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ കുംകി കൊണ്ടുവന്ന് വിക്രം ഭരത് എന്ന 2 ആനകളാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഇന്നാണ്, ഇന്നലത്തെ ഒരു ദിവസത്തെ റെസ്റ്റിന് ശേഷം ഇന്നാണ് ഇവരുടെ ഒരു ആനയുടെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ, കുംകി ആനയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കാട്ടാന വരില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നതിന്. അതിനുശേഷമാണ് ആനയെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റുന്നതിനും മറ്റുമായിട്ടുള്ള, ഇന്ന് ശനിയാഴ്ച ആയതിനാൽ തന്നെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ കുതിരാൻ ക്ഷേത്രത്തിൽ സ്ഥിരം വരുന്നതാണോ? അത്യാവശ്യം ചില ദിവസങ്ങളിൽ മാത്രം വരാറുള്ളതാണ്. ഈ ആന വരിക എന്ന് പറയുമ്പോൾ അതിനൊരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? അതിൽ ഞങ്ങൾ കയറി അവിടെ നിന്ന് ഒരുപ്പം ചോദിച്ചു, കാരണം അങ്ങോട്ട് കടന്ന് വരാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു താഴത്തുള്ള ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല, കയറി പോന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് അമ്പലത്തേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ എവിടെ നിന്ന് തന്നെ? നമ്മുടെ വണ്ടാഴി. വണ്ടാഴി. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കുതിരാൻ റോഡ്. ഏറെ വിവാദം സൃഷ്ടിച്ച, അതല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ വഴി. പണ്ടൊക്കെ നമ്മൾ ഇതിലായിരുന്നു തൃശ്ശൂർ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തുരങ്കം വന്നതോടുകൂടി ഈ പ്രദേശമാകെ വനഭൂമിയായി. എന്നാൽ ഈ ഒരു റോഡ് നിലനിർത്തണമെന്ന ആവശ്യം പലപ്പോഴായി ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു ഈ ഒരു റോഡ് നിലനിർത്തണമെന്ന് ജനങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് വലിയൊരു തടസ്സമുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പദ്ധതി ഇതിലൂടെ ഗതാഗതം തുറന്നു വിടണമെന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് ഫോറസ്റ്റിൻ്റെ പുതിയ വാഹനം. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ഈ വാഹനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വെച്ച പുതിയ വാഹനം നമ്മുടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതൊരു ആശ്വാസകരമായ കാര്യമാണ്. റെസ്ക്യൂ നടത്തുന്നതിനും മറ്റുമായി ഫോറസ്റ്റുകാർക്കൊരു പുതിയ വാഹനം. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഇവിടെ ഒരു കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായപ്പോൾ ഫോറസ്റ്റിന് വാഹനമില്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇനിയും കൂടുതൽ വാഹനങ്ങളും മറ്റും ഈ പ്രദേശത്തേക്ക് എത്തിച്ച് ഏത് നിമിഷവും ഒരു പ്രശ്നം നേരിട്ടാൽ അതിനെ തരണം ചെയ്തതിനായി ഉദ്യോഗസ്ഥർക്ക് വരുന്നതിന് വാഹനങ്ങൾ വേണമെന്നൊരു ആവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ശക്തമായിട്ട് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. കാരണം ഇവിടെ വിവിധ ചെക്ക് പോസ്റ്റിലെ പട്ടിക്കാട് റേഞ്ച്, അതുപോലെ വാണിയമ്പർ റേഞ്ചിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ആനവാരി മണിയങ്കണ്ടർ ഭാഗത്തിലേക്കൊക്കെ പോകുന്നതിനായിട്ട് ഒരു വാഹനം ഉണ്ടായതുകൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ അതിനു വേണ്ട നടപടിയും കൂടി സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും കുതിരാൻ മേഖലയിലാണ് NH47 എന്ന് പേര് കേട്ട അപകടങ്ങൾ നിറഞ്ഞ വളവുകൾ നിറഞ്ഞ വലിയ ചെങ്കുത്തായ ഇറക്കങ്ങളുള്ള കുതിരാൻ മേഖലയിലെ റോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ റോഡ് കൈമാറുന്നതിൻ്റെ അവസാന നിമിഷം ടാറിങ് ചെയ്ത് പൂർത്തിയാക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ റോഡ് വിട്ടുകൊടുത്തുകൊണ്ട് കുതിരാൻ അമ്പലത്തിലേക്ക് വരുന്നതും ഇവിടെ 2 ബസ് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പുകൾ നിലവിൽ ഇല്ല. ഇവിടുത്തെ ആളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇരുമ്പുപാലം എന്ന ഒറ്റ ബസ് സ്റ്റോപ്പിലേക്ക് ചുരുങ്ങി പോയി. ഇപ്പോൾ നിലവിൽ തുരങ്കത്തിൻ്റെ മുന്നിൽ നിന്നാണ് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ പ്രൈവറ്റ് ബസ് അടങ്ങുന്ന വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ട് 2 സൈഡിലും ഫെൻസിങ് സമ്പൂർണ്ണമായി നടത്തിക്കൊണ്ട് ഇതിലെ ആ പഴയ ബസ് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണം. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് വരുന്നവർക്കും തിരിച്ചു പോകുന്നതിനുമായിട്ട് ഈ വഴി പ്രയോജനപ്പെടുത്താമെന്ന് പല പ്രാവശ്യം ജനങ്ങളും അതുപോലെ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ശശീന്ദ്രൻ മന്ത്രി വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ വഴി ഓപ്പൺ ആക്കണമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു നടപടിയിലേക്കും പോകട്ടെ. നമ്മുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മീഡിയാസ് അവരുടെ വിലപ്പെട്ട ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് രാവും പകലുമില്ലാതെ ഈ നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് പോരാടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവണം. ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ, അതുപോലെ തന്നെ ജീവൻ പണയം വെച്ചാണ് ആളുകൾ ഇതിലെ യാത്ര ചെയ്യുന്നത്. ഇതുമാത്രമല്ല, വാണിയമ്പാറ 7-8 അടങ്ങുന്ന വാർഡുകൾ മുഴുവൻ ഭീതിയിലാണ് ആളുകൾ. പല സ്ഥലത്തും ഫെൻസിങ് ഉണ്ടെങ്കിലും ബാറ്ററി ഊരി കൊണ്ടുപോയിട്ട് തിരിച്ചു വെക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കണം. ഇങ്ങനെയൊരു പ്രശ്നം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊന്ന് കണ്ടത് കുംകിയാനകളെ കൊണ്ട് ഇതിലെ നടത്തുക, അതേപോലെ അമ്പലത്തിൽ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മുൻനിര പത്രദൃശ്യ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ റിപ്പോർട്ട് ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക.
ഇവിടുന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വാർത്തകൾ കാണാം. ജനങ്ങളുടെ ആശങ്ക, വാണിയമ്പാറ നിവാസികളുടെ ആശങ്ക തീരണം. ജനപ്രതിനിധികളൊക്കെ വേണ്ട വിധത്തിൽ ഇതിൽ എന്താ പറയുക ഇൻവോൾവ് ആവുക, നടപടികളെടുക്കുക. ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഒരു വേർതിരിവില്ലാതെ അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുതിരാൻ അമ്പലത്തിൽ നിന്നും പഴയ ദേശീയപാതയിൽ നിന്നും ആശങ്കകൾ ഒഴിയാത്ത കുതിരാനിൽ നിന്നും രാഹുൽ വാണിയമ്പാറ.